Hi everyone, welcome to CHACHA'S Cook House. നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള ചിക്കൻ നൂഡിൽ സമോസയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വീതം, അതുപോലെ തന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ആണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 കപ്പ് ക്യാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ഒരു പാനിൽ നൂഡിൽസ് വേവിക്കാൻ വയ്ക്കാം. 1 പാക്കറ്റ് മാഗി നൂഡിൽസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇത് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്ത 250 ഗ്രാം ചിക്കനാണ്. ഇത് ഷ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 1 പാക്കറ്റ് മാഗി നൂഡിൽസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് ചില്ലി സോസും അതുപോലെ തന്നെ 1 ടീസ്പൂണ് സോയ് സോസും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നൂഡിൽസ് ഒന്നും പൊടിഞ്ഞു പോകാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആ ചിക്കനും നൂഡിൽസും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. നമ്മുടെ സമോസ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സമോസ ഫോൾഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫില്ലിങ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ സമോസ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് ഒട്ടിക്കുവാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഷീറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടണേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ആ മൈദ മിക്സ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ചെയ്യണേ ഇത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിൽ വറുക്കുമ്പോഴത്തേക്കും ഇതിൽ ഫില്ലിങ് പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഫില്ലിങ് ഒന്നും ഒട്ടും പുറത്തോട്ട് പോകാൻ പാടില്ല. ബാക്കി എല്ലാ സമോസയും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് എണ്ണ പാനിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ സമോസ ഇതിലേക്ക് ഇടാം. ഓരോന്നായിട്ടിട്ട് കൊടുത്ത് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും മറിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ആ ഓളും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരേക്കും. ബൈ, ടേക്ക് കെയർ, താങ്ക് യു.